ഹലോ, ഇന്നത്തെ ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു വ്ളോഗ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സിറ്റി. ഞങ്ങൾ ഒണ്ടാരിയോ ക്യുബക്കിൻ്റെ ബോർഡറിൽ വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ടെമിസ്കമിങ് ഷോർസ് എന്നാണ് ഞങ്ങളുടെ സിറ്റിയുടെ പേര്. ഇത് ന്യൂലിസ്കഡ്, ഹെലിബറി, കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ 3 സിറ്റികളോട് ചേർന്നതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി. ഇവിടെ ചൂടാന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കില്ല. ഇവനോട് ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ശരിക്കും ഭയങ്കര ചൂടാന്ന്. പറയടാ, ചൂടുണ്ടാ അല്ലേ? ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ചൂടാണ്, ഭയങ്കര ചൂട്. ഇവിടെ ഇപ്പൊ എത്ര ഡിഗ്രി അടച്ചു? 29.5 ആണ് ഇവിടുത്തെ. 29.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭയങ്കര നാട്ടിലൊരു 40 ഒക്കെ എത്തിയ പോലത്തെ ഒരു ജാതി വൃത്തികെട്ട ചൂടാണ്. എല്ലാരും കാനഡയുടെ തണുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചൂടിനെ കുറിച്ച് പറയണം. ചൂട്, നല്ല ചൂട് വരും. പണ്ടൊന്നും പക്ഷെ ഇങ്ങനെ ചൂട് വരില്ല കേട്ടോ. ഇവിടെ ഇപ്പോഴാണ് ചൂട് വരാൻ തുടങ്ങിയത്. നല്ല ചൂട്. നീ വന്നതിന് ശേഷം ഇപ്പൊ ഇത്ര ചൂട് വരുന്ന ആദ്യമായിട്ടല്ലേ? എല്ലാവരും ചൂടുണ്ട്. ഇങ്ങനെ ആരും ഇതിനെപ്പറ്റി പറയാറില്ല, പക്ഷെ ശരിക്കും നല്ല ചൂടാണ്. നമ്മള് ഗ്യാസ് അടിക്കാൻ വന്നാണ്. ലോട്ടറി അടിച്ച് വരുന്ന ഒരാളെ കാണിച്ചു തരാം. ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു, അടിച്ചു നോക്കാൻ വേണ്ടി പോയത്. അടിച്ചു പോനാ? അടിച്ചാ? $10. എന്തിന്? 649 അതടിച്ചാ? $10 അടിച്ചാ? എന്താ ചെയ്യാ? എപ്പോഴും ഇതെന്താ സാധനം? ഇത് വേറെ ലോട്ടറി. എങ്ങനത്തെ? ഞാൻ കണ്ടപ്പോ ചിലപ്പോ അടിക്കുന്ന എന്റെ മനസ്സ് പറഞ്ഞു ഞാൻ എടുത്തു. ഇനി മുതൽ പച്ചയായിട്ടുള്ള ജീവിതം തുറന്നു മാട്ടെ. ഇന്നലെ പറഞ്ഞ 4 പേരാണ് ഈ 4 പേർ. അതെ, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. മെക്ഡയുടെ പുതിയ ഫ്ലേവേഴ്സ് എങ്ങനെയുണ്ട്? സ്പ്ലാഷ് ഫ്ലേവേഴ്സ്. അതേതാ ഫ്ലേവർ? സ്ട്രോബെറി അല്ല, അത് വാട്ടർമെലൺ ആണ്. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല. ഇത് ലൈമാണ്, വെറും ലൈം. ഞാൻ അത് പറഞ്ഞത് അത് നല്ല ലൈമ. നിനക്ക് കിട്ടിയത് ട്രോപ്പിക്കലാണ്. ഇത് ശരിക്കും നമ്മള് അത് ഇതാണല്ലോ. അപ്പൊ ഇത് ട്രോപ്പിക്കൽ കൊള്ളാം. ട്രോപ്പിക്കൽ കൊള്ളാം. ലെമൺ പല്ലി വെച്ചിട്ട് നമ്മളെ മറ്റേ വെള്ളം കുടിക്കില്ലേ? ഇച്ചിരി തുപ്പുമ്പോ ഇച്ചിരി അകത്ത് പോയില്ലേ? അതെനിക്ക് ഇഷ്ടായി. കൊടുത്തു ഇവിടെ വല്ലാത്തൊരു ടേസ്റ്റ്. കൊടുത്തു. ഞാൻ വേണ്ടി പറയട്ടെ, നമ്മുടെ കർണാടകയിൽ ചെയ്യുന്ന പരിപാടി ഇത് പകുതി അത് പകുതി കൂടെ വെച്ചാലോ? ഇവക്ക് വാർണിഷിന്റെ ടേസ്റ്റ്, അതുപോലെ ഈ ടിന്നറിന്റെ ടേസ്റ്റ്. എനിക്ക് ചില സമയത്ത് ചെറിയൊരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ പറയണം. ലാസ്റ്റ് എല്ലാരും കൂടെ എറിഞ്ഞു എല്ലാം കൂടെ കലക്കി ഇച്ചിരി വെച്ചാൽ മതി. ഞങ്ങൾ പുതിയൊരു ഡ്രിങ്ക് കണ്ടുപിടിക്കാൻ പോകുന്നു. സാധനം പഠിച്ച് മിക്സ് ചെയ്യണ പോലെ നമ്മളായിട്ട് ഇറക്കുക. നമ്മളൊരു സാധനം ടേസ്റ്റ് ഞാൻ കൊടുക്കാം. എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ടല്ല, ഇതിനേക്കാൾ നന്നായിട്ട് സംതിങ് ബെറ്റർ ടേസ്റ്റ് സെൻസ്. എന്റേത് ആരും ചോദിക്കരുത്, തരില്ല. അത് ആർക്കും വേണ്ട. അങ്ങനെ നമ്മള് എന്താണ് സാധനം, മെക്ഡയുടെ പുതിയ വാട്ടർ ട്രൈ ചെയ്തു. നാട്ടിലെ ബ്രോക്കർമാരെ പോലെ തന്നെ ആണ് ഇവിടുത്തെ ബ്രോക്കർമാര്, അല്ലേ? അലീനെ കണിച്ചിട്ടാണോ നീ പറഞ്ഞത്? അല്ല, സോറി. കണ്ടോ, നാട്ടിലെ ബ്രോക്കർമാർ നിൽക്കുന്ന പോലെ തന്നെ നോക്ക്. കഷ്ടത്തിലൊരു ഫയലും വെച്ച് മൂപ്പര് നിൽക്കുന്നുണ്ട്. എവിടെ പോയാലും പണിയെടുക്കാനാണ് ഗൈസ് എന്റെ വിധി. ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. എന്നോട് ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലൊരു കുന്നില്ലേ അങ്ങനത്തെ, എന്തായാലും കുന്നിനെ പറയാ? വാവുമലയ്ക്ക് പോണം. കുന്നിന്റെ മുകളിലേക്ക് കീഴ്പോട്ടാണല്ലോ
താഴത്തേക്ക് നോക്കിയാട്ടോ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മള് ഇതിന്റെ അടുത്ത് കണ്ടാ താഴെ കണ്ട താഴെ റോഡ് കണ്ടാ മതി മതി മതി. ഇത് ഒന്നാമത് നമ്മളെ സാദിക്കിന്റെ വീട്ടിൽ പോയപ്പോ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ, സ്കേറ്റിങ്ങിന്റെ ഇതൊക്കെ ഞാൻ ഇടും. ഇരുന്നിട്ട് പോണത് സ്കിഡു അതല്ല, സ്കിഡു മറ്റേ ഇതല്ലേ, ഈ സാധനമാണോ മറ്റേ അതിന്റെ എന്തോ ഒരു ചെറിയൊരു പാട്ടാണ്. സ്കീ ആണോ? ഓ ഇതാണോ സ്നോ ബോർഡാണോ? സ്നോ ബോർഡൊന്നല്ല, കുത്തി കുത്തി പോണല്ലേ സ്കീ. സ്കീയിങ്ങിന്റെ സൂപ്പർ ആണ്. ഇല്ലെങ്കിൽ നൈസാണേ. പക്ഷെ രസമുണ്ടല്ലേ സ്ഥലം കാണാൻ. അപ്പുറത്ത് നമ്മുടെ ഹെലിബരി ബീച്ച് അവിടെ കാണില്ല. ഇത് മറ്റേ വീടടാ, ആ ഉള്ളിക്ക് നിക്കണ വീടില്ലേ, പെയിന്റ് അടിച്ച് മാറ്റി മാറ്റി. ഇതല്ലേ ശരിക്കും അതിലൊരു ഊഞ്ഞാല് കെട്ടിട്ട് ആടിയല്ലോ. നമുക്ക് ഓണാവട്ടെ, ഊഞ്ഞാല് കെട്ടെ. ഇവിടെ ഓണത്തല്ലൊക്കെ നടത്താം നമുക്ക്. ജൂജൻ മറ്റേ പുലിക്കളിക്കിറങ്ങും. പുലിക്കളിക്കർ പറ്റിയ ഒരാളുണ്ട്, പക്ഷെ പേര് ഞാൻ ബ്ലോഗ് ഇടുന്നോണ്ടാണ്. അല്ലെങ്കിൽ പറ്റിയ ഒരാളുണ്ടായിരുന്നു. വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. ഞാൻ സഡ്ബറി നടക്കൂടി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. കഴിഞ്ഞു. കഴിഞ്ഞ്